കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ വെച്ച് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ പുരുഷന്മാരായിരിക്കും ജിമ്മിലേക്ക് കൂടുതൽ പോകുന്നത്, സ്ത്രീകൾ വളരെ കുറവായിരിക്കും. കാരണം അവർക്ക് സിറ്റുവേഷൻ അങ്ങനെയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്താ ആര്യം എന്തൊക്കെ ടിപ്സാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞാൽ ആൺകുട്ടികളെക്കാട്ടിലും പെൺകുട്ടികൾ ജിമ്മിൽ പോകണമെന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് പെൺകുട്ടികൾക്ക് ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവരുടെ ഗ്രാഫ് നേരെ താഴോട്ടാ. മെറ്റബോളിസം സ്ലോ ഡൗൺ ചെയ്യും, മസിൽ മാസ് കുറയും, ബോൺ ഡെൻസിറ്റി കുറയും. ഇതൊക്കെ എല്ലാം പിന്നെ ഡിക്ലൈൻ ആണ്. ഒന്നും നമുക്ക് കൂടുതൽ മേലോട്ട് പോകാനില്ല. അപ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ ആ നിൽക്കുന്ന സ്റ്റേജിലെങ്കിലും നമുക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മസിൽ മാസ് ബിൽഡ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ നിർബന്ധമായിട്ടും ജിമ്മിൽ പോകണം. അല്ലെന്നുണ്ടെങ്കിൽ ബോൺ ഡെൻസിറ്റി കുറഞ്ഞ് ഓസ്റ്റിയോപോറോസിസ് പിന്നെ ആർത്രൈറ്റിസ് പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ തുടങ്ങും. പിന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓരോ വർഷം കഴിയും തോറും നമ്മുടെ മസിൽ മാസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏജ് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഓർഗണേ നമ്മുടെ ബോഡിയിലുള്ളത് മസിൽസ് ആണ്. അത് ആൺകുട്ടികളുടെ പോലെ തന്നെ പെൺകുട്ടികൾക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒത്തിരി പേർക്ക് പെൺകുട്ടികൾക്ക് PCOD പ്രോബ്ലംസ് ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? PCOD എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ കണ്ടീഷൻ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. PCOD എന്ന് പറയുന്നത് ഒരു പനി പോലെ വന്നു കഴിഞ്ഞാൽ അത് മാറുക എന്നൊരു സിറ്റുവേഷൻ ഇല്ല. അതിനെ റിവേഴ്സ് ചെയ്യാനേ പറ്റുള്ളൂ. അതിൻ്റെ എന്താ പറയുക, ഓരോ കണ്ടീഷൻസ് നമുക്ക് കുറച്ച്, അതായത് പീരിയഡ്സ് ഇറഗുലർ ആവണോ അത് നമുക്ക് റെഗുലർ ആക്കി കൊണ്ടുവരാനേ പറ്റുള്ളൂ. ആക്നെ അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നു, അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് വരുന്നു, ഇതിനെയൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്ത് ഓരോ കണ്ടീഷൻസ് ആയിട്ട് ബെറ്റർ ആക്കി കൊണ്ടുവരാനേ പറ്റുള്ളൂ. ഇതിനും മെഡിസിൻ അല്ല ഹെൽപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ PCOD ആയിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയാലും അവരാദ്യം പറയുക ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്താനാണ്. അത്രയും വേഴ്സ്റ്റ് ഒരു കണ്ടീഷൻ ആയാൽ മാത്രമേ മെഡിക്കേഷൻ അവർ സജസ്റ്റ് ചെയ്യുള്ളൂ. എക്സസൈസ് ചെയ്യാം, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക, സ്ലീപ്പ് റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഈ കണ്ടീഷൻ ഉള്ളവർക്ക് കൂടുതലും ഈ ആങ്സൈറ്റി പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരിക്കും. സോ അവർക്കും ഹെൽപ്പ് ചെയ്യുന്നത് സ്ട്രെസ് മാനേജ് ചെയ്യുക, ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കുക, ഇതൊക്കെയാണ്. ആര്യയുടെ ഒരു റുട്ടീൻ പറയോ? നമുക്കും അറിയാൻ ആഗ്രഹമുണ്ട്, എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ വീക്കിലി 4 ദിവസം വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണ്. ജിമ്മിലും പോകുന്നില്ലേ? ഇപ്പൊ ജിമ്മിൽ പോകുന്നുണ്ട്. ഞാൻ പ്രൊഫഷണൽ അല്ല എങ്കിലും ഞാൻ പവർ ലിഫ്റ്റിംഗ് ചെയ്യുന്ന ഒരാളാണ്. സോ വീക്ക്ലി 4 days അതാണ് എൻ്റെ വർക്ക്ഔട്ട് സ്കെഡ്യൂൾ. ഡയറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഹോം കുക്ക്ഡ് ഫുഡ് തന്നെയാണ് കഴിക്കാറ്. പുറത്തുനിന്ന് കഴിക്കുന്നത് കുറവാണ്. എന്നാലും ഞാൻ പുറത്തുനിന്നും കഴിക്കാറുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളായിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ അങ്ങനെ സിറ്റുവേഷൻസിൽ വല്ലപ്പോഴൊക്കെ പുറത്തുനിന്ന് കഴിക്കാറുണ്ട്. പിന്നെ എല്ലാം ഞാൻ വീട്ടിൽ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പം എനിക്ക് കേക്ക്സും ഡെസേർട്ട്സും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സോ അതെല്ലാം ഞാൻ വീട്ടിൽ തന്നെ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. ഹോൾ ഗ്രെയിൻസ് ധാരാളമായിട്ട് ഉൾപ്പെടുത്താറുണ്ട്. വീഡിയോ ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? അപ്പം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണാറുണ്ട്, അത് ഒറ്റയ്ക്കാണ് എടുക്കുന്നത്, എങ്ങനെയാണ് എടുക്കുന്നത്? എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ആളാണ് എന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. വീട്ടിലെ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതാണോ നമ്മളുടെ ഒരു സീക്രട്ട് എന്ന് തന്നെ പറയാൻ പറ്റുമോ? വേണമെങ്കിൽ അങ്ങനെയും പറയാം. എന്താണ് നമ്മുടെ ഒരു മെനുവിൽ ഉൾപ്പെടുത്തേണ്ട കുറെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എപ്പോഴും നമ്മളൊരു പോർഷൻ ബാലൻസ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കാം. ഞാനിപ്പോൾ പേഴ്സണലി ആണെങ്കിലും എൻ്റെ ക്ലയൻസിനോടും പറയുന്നതാണ്, മേദ, എക്സസ് ആയിട്ടുള്ള ഓയിൽ ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ, എക്സസ് ആയിട്ടുള്ള സ്വീറ്റ്സ്, ഇതൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യാം. കഴിക്കാതിരുന്നാൽ നല്ലത്. അല്ലെങ്കിൽ പോർഷൻ കൺട്രോൾ ചെയ്യാം. പ്രോസസ്ഡ് ആയിട്ടുള്ള നമ്മൾ പാക്കറ്റിൽ മേടിക്കുന്ന സാധനങ്ങളില്ലേ, ലേസ്, ചിപ്സ് പോലത്തെ സാധനങ്ങൾ, പിന്നെ ക്യാൻഡായിട്ട് വരുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ പാക്കറ്റിൽ വരുന്ന ജ്യൂസസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഒന്ന് ലിമിറ്റ് ചെയ്യുക ഉപയോഗം. കൂടുതലായിട്ട് ഹോൾ ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യാം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ എടുക്കുന്ന 3 വലിയ പ്ലേറ്റ്സ് ഉണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഈ 3 പ്ലേറ്റിലും ഹാഫ് ഓഫ് ദ പ്ലേറ്റ് വെജിറ്റബിൾസ് തന്നെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ 1/3 ഓഫ് ദ പ്ലേറ്റ് പ്രോട്ടീൻ ആഡ് ചെയ്യുക. ചിക്കൻ, ഫിഷ്, പനീർ, കടല, പയർ, ഈ ലെഗ്യൂംസ് ആൻഡ് ലെൻഡിൽസ് എല്ലാം. പിന്നെ ചിക്കനും ഫിഷും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ പ്രോട്ടീനാണ്, അത് ഇൻക്ലൂഡ് ചെയ്യുക എല്ലാ മീലിലും. ഹോൾ ഗ്രെയിൻസ്, ചപ്പാത്തി, ചോറ്, മില്ലറ്റ്സ് ഇതെല്ലാം ഉൾപ്പെടുത്തുക. ഇങ്ങനെ പോർഷൻ ബാലൻസ് ചെയ്ത് കഴിക്കുക, അത്രേ ഉള്ളൂ. ഏതെങ്കിലും സെലിബ്രിറ്റീസുകൾ ഫിറ്റ്നസ് ട്രെയിനിങ്ങിന് വരാറുണ്ടോ? കുറച്ച് പേരെയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഭുവനേശ്വരി ശ്രീശാന്ത്, സരിത ജയസൂര്യ, പിന്നെ ഇപ്പോൾ പ്രാർത്ഥന ഇന്ദ്രജിത്തിനെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാൻ കൂടുതലും സെലിബ്രിറ്റീസിനെക്കാട്ടിലും സാധാരണ ആൾക്കാരെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. അതെന്താ അങ്ങനെ സെലിബ്രിറ്റീസിനെ ഫോക്കസ് ചെയ്യാത്തെ? വേറൊന്നല്ല, കൂടുതലും എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് പേരെങ്കിലും സെലിബ്രിറ്റീസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോഴത്തേനും നമ്മൾ ആ ഒരു ഫെയിമിന് വേണ്ടിയിട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതായത് നമുക്ക് പേയ്മെന്റ് ആയിരിക്കില്ല, പകരം അവരെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പെർട്ടിക്കുലർ ആളുടെ ട്രെയിനർ ആണെന്നുള്ളത് നമുക്ക് പബ്ലിസിറ്റി ചെയ്യാനും അതൊരു മാർക്കറ്റിംഗ് പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാനും പറ്റും. പക്ഷെ ഞാൻ അതിനെക്കാട്ടിലും എൻ്റെ ഒരു ക്ലയന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലയന്റ് ആണ്, അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സോ ഓക്കെ,
കേരളത്തിൽ നിന്നുള്ളവരാണ് കൂടുതൽ, വേറെ സ്ഥലത്തു നിന്നുള്ളവരാണ് കൂടുതൽ? മലയാളികളാണ്, പക്ഷെ കൂടുതൽ പേരും പുറത്തുനിന്നുള്ളവരാണ്. അതെന്തുകൊണ്ടാണ് അവര് കൂടുതൽ നമ്മളുടെ അടുത്തോട്ട് വന്ന് ട്രെയിനിങ്ങിനായിട്ട്? ഒന്നാമത്തെ കാര്യം, പുറത്ത് പേഴ്സണൽ ട്രെയിനിങ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്, കാനഡ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ. സോ അവർക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം കുറച്ചും കൂടെ ഈസിയാണ്. പേയ്മെന്റ് വൈസ് ആണെങ്കിലും നമുക്ക് കുറച്ചും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റും. ഇവിടെയും നമുക്ക് ക്ലയൻസ് ഉണ്ട്, പക്ഷെ കൂടുതൽ പുറത്തുനിന്നാണ്. ഇപ്പം സാധാരണ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ട്രെയിനർ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ കുറച്ച് ബഡ്ജറ്റ് കൂടുതലാണത്. അങ്ങനെ ഒരു അഭിപ്രായം സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ട്. അതിനെക്കുറിച്ച് അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പം ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ ആരുടെ അടുത്തേക്കാണ് എത്തുന്നതെന്നതിനനുസരിച്ചാണ്. ഇപ്പം ഞങ്ങളുടെ ടീമാണെങ്കിൽ ഒരു 800 റുപ്പീസ് മുതൽ നമ്മുടെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ബേസിക് പ്ലാൻ, ഒരു ഡയറ്റ് മുതൽ മുകളിലോട്ട്. അപ്പം ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് അവർക്ക് എത്ര സ്പെൻഡ് ചെയ്യാൻ പറ്റും, അവരുടെ ഹെൽത്തിന് വേണ്ടി, ഒരു ട്രെയിനർക്ക് വേണ്ടി, ഒരു ന്യൂട്രീഷനിസ്റ്റിന് വേണ്ടി അവർക്ക് എത്ര സ്പെൻഡ് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് പ്ലാൻ ചൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ ഇപ്പോൾ ഒരു ഡയറ്റ് പ്ലാൻ? അത് ഇത്ര മന്ത്സ്, 3 മന്ത്സ്, 6 മന്ത്സ് അങ്ങനെയാണോ? ലൈഫ് ലോങ് ആണോ? എങ്ങനെയാണത്? ബേസിക് ആയിട്ട് എങ്ങനെയാണ് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ബാലൻസ് ചെയ്ത് കഴിക്കേണ്ടതെന്നാണ് ഇനിഷ്യലി നമ്മൾ ക്ലയൻസിനെ പഠിപ്പിക്കുക. അത് ഏത് പ്ലാൻ എടുക്കുന്നവർക്കും ബേസിക് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം അതാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ ഹെൽപ്പ് ഇല്ലെങ്കിലും അവർക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അല്ലാതെ ഈ സാധാരണക്കാരിൽ ഇപ്പം വീട്ടമ്മമാർ കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യുന്നത് പറയുന്നു, അങ്ങനെയുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ടിപ്സ് എന്തായിരിക്കും? നമ്മുടെയൊക്കെ വീട്ടിൽ, ഇപ്പം എൻ്റെയൊക്കെ വീട്ടിലാണെങ്കിലും അമ്മമാരൊക്കെ നമുക്ക് ചോറ് തരുമ്പോഴത്തേനും ഒരു പാത്രം നിറയെ ചോറ്, ഒരു 90% ഭാഗം ചോറ്, സൈഡിലൊരു ചെറിയ കഷ്ണം മീൻ, ഇച്ചിരി ഉപ്പേരി അല്ലെങ്കിൽ ഇച്ചിരി അച്ചാർ, അങ്ങനെയായിരിക്കും നമ്മുടെ പ്ലേറ്റ് തരാം. അമ്മമാരെ വീട്ടിൽ നിന്ന് പ്ലേറ്റ് ബാലൻസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാവരെയും ആ ബാലൻസ് ഈറ്റിംഗ് പഠിപ്പിക്കാൻ പറ്റും. ലൈക്ക് ഈ പ്ലേറ്റിലുള്ള നിറയെ ചോറിന് പകരം 1/3 ഭാഗം മാത്രം ചോറായിട്ട് കുറയ്ക്കുക, 1/3 ഭാഗം പച്ചക്കറികൾ, ഉപ്പേരിയോ അവിയലോ എന്താണോ വീട്ടിലുള്ളത് അത്, 1/3 ഭാഗം പ്രോട്ടീൻ, ചിക്കനോ ഫിഷോ മുട്ടയോ എന്താണോ വീട്ടിലുള്ളത് അതേപോലെ. ഇങ്ങനെ പോർഷൻ ബാലൻസ് ചെയ്ത് കഴിക്കാൻ അമ്മമാരെയാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. അമ്മമാരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും കുട്ടികൾക്കും ഭർത്താവിനും പാരൻസിനും എല്ലാവരെയും അങ്ങനെ തന്നെ കഴിപ്പിക്കാനായിട്ട് അവർ എഫേർട്ട് എടുക്കും. പക്ഷെ ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ അമ്മമാരായിരിക്കും കൂടുതൽ, ഇപ്പം പറഞ്ഞ തലേ ദിവസത്തെ ഭക്ഷണമാണെങ്കിലും ചീത്തയാകാതെ അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകാതിരിക്കാൻ അമ്മമാരായിരിക്കും കൂടുതൽ കഴിച്ചു വരുന്നത്. അത് തന്നെ ആയിരിക്കില്ല എല്ലാ വീടുകളിലും ആ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഇപ്പം പറഞ്ഞതുപോലെ ഒരു ഷുഗർ കട്ട് അല്ലെങ്കിൽ ചോറ് കട്ട് ചെയ്യണമെന്ന്, അതിലെന്തെങ്കിലും തെറ്റായ എന്തെങ്കിലും ഉണ്ടോ? കാരണം ചിലർ ഫസ്റ്റ് ഡേ തന്നെ ചെയ്യുമ്പോഴേ ഷുഗർ കട്ട് ചെയ്യും അല്ലെങ്കിൽ ചോറ് കട്ട് ചെയ്യും, അതിലെന്തെങ്കിലും വാസ്തവം? ബേസിക്കലി അതിന് ആവശ്യമില്ല. ചോറെന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ്, നമ്മുടെ ബോഡിയുടെ ബേസിക് സോഴ്സ് ഓഫ് എനർജിയാണ് കാർബ് എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ എഴുന്നേറ്റ് നടക്കണമെങ്കിലും ഓടിച്ചാടി നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ എനർജി വേണമല്ലോ. അതിന് നമ്മൾ കാർബ് കഴിക്കണം. റൈസ്, പിന്നെ ചപ്പാത്തി, മില്ലറ്റ്, ഇതെല്ലാം സോഴ്സ് ഓഫ് കാർബാണ്. ഇതിലേത് വേണമെങ്കിലും കഴിക്കാം. ചോറെടുക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് രുചി കൂടുതലായതുകൊണ്ട് കറിയുടെ കൂടെ ചേർത്ത് നമുക്ക് പിന്നെയും കൂടുതൽ കഴിക്കാൻ തോന്നും ചോറ് കഴിക്കുമ്പോൾ. അതാണ് പ്രശ്നം. ക്വാണ്ടിറ്റി കൂടുമ്പോഴാണ് പ്രശ്നം. ആദ്യം ഒരു പ്ലേറ്റിൽ എടുക്കുക, പോർഷൻ ബാലൻസ് ചെയ്തെടുക്കുക, ആ പോർഷൻ മാത്രം കഴിക്കുക. അങ്ങനെ ചെയ്താൽ ചോറ് നമുക്ക് പേടിക്കേണ്ട ഒരു സാധനമേ അല്ല. പക്ഷെ എല്ലാവരും ചിലർ ഇപ്പൊ അങ്ങനെ കുറച്ച് തെറ്റിദ്ധാരണകൾ വരുന്നുണ്ടോ? ഉണ്ട്, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇപ്പം ഡയറ്റിന് അപ്രോച്ച് ചെയ്യുന്ന കൂടുതൽ പേരും പറയുന്നത്, ഞാൻ ചോറ് ഒട്ടും കഴിക്കുന്നില്ല മാം, പക്ഷെ എനിക്ക് വെയിറ്റ് കുറയുന്നില്ല. ഞാൻ ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തതാണ്, പക്ഷെ എനിക്ക് വെയിറ്റ് കുറയുന്നില്ല. അപ്പൊ ഇവരുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണ എന്താന്ന് പറഞ്ഞാൽ ഷുഗർ കട്ട് ചെയ്താൽ വെയിറ്റ് കുറയും, അല്ലെങ്കിൽ ചോറ് കഴിക്കാതിരുന്നാൽ വെയിറ്റ് കുറയും എന്നുള്ളതാണ്. പക്ഷെ അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല. ഇത് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറയില്ല. ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന, നമ്മുടെ ബോഡി ബേൺ ചെയ്യുന്ന ഒരു എമൗണ്ട് ഓഫ് കാലറി ഉണ്ട്. അതിലും കുറവ് കാലറി കൺസ്യൂം ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം വെയിറ്റ് കുറയണം എന്നുണ്ടെങ്കിൽ. അതിന് നമ്മൾ ഷുഗർ കട്ട് ചെയ്തത് കൊണ്ട് മാത്രം വെയിറ്റ് കുറയില്ല. ഷുഗർ കട്ട് ചെയ്താലും നമ്മൾ കാലറി സർപ്ലസ് ആണെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയില്ല, കൂടുള്ളൂ. ഇപ്പം സപ്ലിമെന്റ്സ് ഒക്കെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ എന്താണ് ഒരു ട്രെയിനർ നിലയിൽ പറയാനുള്ളത്? ഇപ്പം സപ്ലിമെന്റ്സ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞാൽ, ഞാൻ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യും, ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യും. ഇത് രണ്ടുമാണ് ഞാൻ സപ്ലിമെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ മൾട്ടി വൈറ്റമിൻ യൂസ് ചെയ്യാറുണ്ട്, ഒമേഗ 3 യൂസ് ചെയ്യാറുണ്ട്. ഇത് ബേസിക് സപ്ലിമെന്റ്സ് ആണ്. ഇത് ആർക്ക് വേണമെങ്കിലും നോർമലി ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ കഴിക്കാവുന്ന സപ്ലിമെന്റ്സ് ആണ്, മെഡിസിൻസ് അല്ല. ഇപ്പം നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഫുഡിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെക്കുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലായിരിക്കും. കാരണം നമ്മൾ 5 കളറിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരു ദിവസം കഴിക്കുവാണെങ്കിൽ നമുക്കൊരു മൾട്ടി വൈറ്റമിൻ സപ്ലിമെന്റിന്റെ ആവശ്യം വരില്ല. പക്ഷെ മേക്ക് ഷുവർ നമ്മൾ എല്ലാ ദിവസവും
5 കളറിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നുണ്ടെന്ന്. വൈ? ബിക്കോസ് ഈ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെ ഒക്കെ ഈ കളേഴ്സിലാണ് ഓരോ വൈറ്റമിൻസും കോഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളിത് കഴിക്കുവാണെങ്കിൽ മാത്രം നമുക്കൊരു സപ്ലിമെന്റിന്റെ ആവശ്യം വരില്ല, കഴിക്കാമെന്നുണ്ടെങ്കിൽ. അത് പറ്റാത്തവർക്ക് ഒരു സപ്ലിമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. ഈ 5 കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ? എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോ കളേഴ്സിലും ഓരോ വൈറ്റമിൻസ് ഉണ്ട്. ലൈക്ക് റെഡ് കളർ, ഇപ്പം നമുക്ക് ഫ്രൂട്ട്സ് എടുക്കുവാണെങ്കിൽ ആപ്പിൾ, പിന്നെ ഓറഞ്ച് കളർ നോക്കുവാണെങ്കിൽ പപ്പായ, ഗ്രീൻ കളർ നോക്കുവാണെങ്കിൽ ഗ്രീൻ ആപ്പിൾ, അങ്ങനെ ഓരോ കളേഴ്സ് ഉണ്ടല്ലോ. ഈ കളേഴ്സിലാണ് ഇതിന്റെ വൈറ്റമിൻസ് കോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ബോഡിക്ക് മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ആവശ്യമാണ്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ, കാർബ്, ഫാറ്റ്, ഇതൊക്കെയാണ്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിട്ടുന്ന വളരെ ചെറിയ അളവിൽ മാത്രം നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും ആണ്. അതാണ് നമുക്ക് ഈ ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നൊക്കെ കിട്ടുക.